അച്ഛൻ അമ്മ എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ ഗുരുവെല്ലാം അല്ലേ. എന്തെങ്കിലും ഒരു വേദന നമ്മൾ കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറഞ്ഞ് പോകുന്നതിന് നാണക്കേടൊന്നുമില്ല. കാരണം അച്ഛനും അമ്മയും അവർ ക്ഷമിക്കുന്നവരെ ലോകത്ത് ആരും ക്ഷമിക്കത്തുമില്ല. വേറെ ആരെങ്കിലും നമുക്ക് അച്ഛനായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അമ്മയായിട്ട് അവിടെ മാത്രമേ ഉള്ളൂ ഏക അവകാശം, സിംഗിൾ ഓണറാണ്. അവർക്ക് അങ്ങനെ ഒരു വേണ്ടാത്ത രീതിയിലുള്ള ഒന്നുമേ തന്നെ അല്ല അമ്മയൊന്ന് വിഷമിക്കട്ടെ എന്നുള്ളൊരു നിലപാട് ഒരിക്കലും എടുക്കാറില്ല. ഇനിയിപ്പോൾ അത് പരസ്യമായിട്ട് ഒരുപാട് പറഞ്ഞില്ലെങ്കിലും അവരുടെ രണ്ടുപേരുടെയും മനസ്സ് എനിക്കറിയാം. അവരുടെ സ്നേഹം എനിക്കൊരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് ഫീൽ ചെയ്യും. അതുപോലെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണോ? വേണ്ടല്ലോ. കാലിലൊരു സെല്ലൈറ്റിസ് ഇൻഫെക്ഷൻ വന്നു. പക്ഷേ ആ ഇൻഫെക്ഷനെ തുടർന്ന് ഇപ്പം ഞാൻ ഇതുവരെ ആശുപത്രിയുടെ വരാതെ പോലും കയറിയിട്ടില്ല. 68 വയസ്സ് വരെ അതൊരു അഹങ്കാരത്തിലേക്ക് നടക്കും. അപ്പോഴാണ് ഞാൻ അറിയുന്നത് പിടിച്ച് ഇൻട്രൊഡക്ഷൻ ഷോട്ടൊക്കെ എടുക്കുകയാണെന്ന് തോന്നുന്നു. മറ്റേ ഇതിൻ്റെ എമ്പുരാൻ്റെ രാജു ലഡാക്കിനോടി ഇവിടെ വരുന്നു. ഇന്ദ്രൻ ഒരു 5 ദിവസം നീണ്ട ഷൂട്ടിങ്, അത് 10 ദിവസവും കൂടെ നീട്ടുന്നു. രണ്ടുപേരും രാവിലെ വന്ന് എൻ്റെ മുറിയിലിരിപ്പുണ്ട്. അപ്പോൾ രാജു പറഞ്ഞു അവൻ്റെ ആ പടത്തിൻ്റെ ഡയറക്ടർ കൂടെ അവരിഞ്ഞ് പോകുന്ന പിന്നെ അവിടെ ഷൂട്ടിങ് പോലും ഇല്ല. എന്നിട്ടും അവിടെ വന്നൊരു 1.5 ദിവസം അവിടെ കുത്തിയിരുന്ന്. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ സുഖോട്ടം ഭരിച്ചപ്പോൾ 10ലും 12ലും പഠിക്കുന്നേ ഉള്ളൂ. രാജു 10th, ഇന്ദ്രൻ 12th. പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛൻ്റെ മരണം രണ്ടുപേരെയും പെട്ടെന്നൊരു വല്ലാത്തൊരു ഷോക്കായിപ്പോയി. ഏതു നേരവും ഇങ്ങനെ എൻ്റെ കീഴിലിരിക്കുക, അല്ല അമ്മ എഴുന്നേറ്റിരിക്കുക, എന്തിനാ പകൽ കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവമേ, സുഖോട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മക്കൾ പഠിക്കുക. എവിടെ കൊണ്ട് നിർത്തിയാലും 4 കാല് നീക്കണം. കൊച്ചുങ്ങൾ ബമ്പ അടിച്ച് വർത്താനം പറയല്ലേ എന്നൊക്കെ പറയും. സ്വയം ഒന്ന് മാറുകയായിരുന്നു 5-6 മാസം കഴിഞ്ഞപ്പോൾ. എനിക്ക് ദുഃഖങ്ങളുണ്ടെങ്കിലും ഞാനതെൻ്റെ മുറിയിൽ ഒതുക്കും. ആ മാറ്റം എന്നിൽ വന്നപ്പം അത് അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് മാറ്റമുണ്ടായി. ഹലോ ആൻഡ് വെൽക്കം ടു ജാങ്കോ സ്പേസ്. ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ വിത്ത് യു. ഒരു നായികയ്ക്ക് അപ്പുറം ഒരുപാട് നല്ല ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് അതിലുപരി നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് 2 പുലിക്കുട്ടികളെ സമ്മാനിച്ച് നമ്മുടെ സ്വന്തം മല്ലികാമ്മയാണ് ഇന്നത്തെ എൻ്റെ ഗസ്റ്റ്. മല്ലികാമ്മ, ഹാർട്ടി വെൽക്കം ടു ജാങ്കോ സ്പേസ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ എന്ത് ചോദിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ. കാരണം ഇങ്ങനെ കിടക്കുകയാണ് വിശേഷങ്ങളും അപ്ഡേറ്റ്സും എല്ലാം. ആക്ച്വലി എല്ലാ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും എല്ലാ മീഡിയക്കാരും ചോദിക്കുന്നത് രാജുവേട്ടനെ പറ്റി, ഇന്ദ്രേട്ടനെ പറ്റി, ഇഷ്ടം, കൊച്ചുമക്കളുടെ വിശേഷം, കുടുംബകലഹം ഉണ്ടാക്കാൻ പറ്റിയ സകല ചോദ്യവും ചോദിക്കുന്നു. അങ്ങനെ കലഹം ഉണ്ടാവാറുണ്ട് ഏതെങ്കിലും ഇൻ്റർവ്യൂ കഴിഞ്ഞ്? നമ്മൾ ഇവരുടെ ചോദ്യത്തിൽ കലഹം ഉണ്ടാക്കണമെങ്കിൽ പിന്നെ എത്ര ട്രോള് വരുന്നു, ഇതൊക്കെ കണ്ട് കലഹിക്കാൻ പറ്റുമോ? അതെ. പക്ഷേ മല്ലികാമ്മ ആ ഒരു മീഡിയ കണ്ടന്റിന്റെ ഉപരി ഉണ്ടല്ലോ, മല്ലികാമ്മ ഓരോരുത്തരെ പറ്റിയിട്ട്, അതായത് നമ്മളിങ്ങനെ വളച്ച് തിരിച്ചുവൊക്കെ പലരും ചോദ്യം ചോദിക്കുമെങ്കിലും മല്ലികാമ്മ ഉത്തരം പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് ഓരോരുത്തരെ പറ്റിയിട്ടും ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതി, ആ ഒരു വ്യക്തമായ നിലപാട് എനിക്ക് ഭയങ്കര അഡ്മിറേഷൻ തോന്നിയിട്ടുണ്ട്. ദ വേ യു ക്യാരി യുവർ ഫാമിലി. അടുത്ത കാലത്തായിട്ട് എവിടെ പോയാലും ഈ ഇൻ്റർവ്യൂവിൻ്റെ കെയർ ഓഫിൽ വലിയ സ്വീകരണമാണ്. ഇപ്പം ഞാൻ ഈയിടെ ഒന്ന് ഖത്തറിൽ പോയപ്പോൾ അവിടുത്തെ ഒരു വേൾഡ് മലയാളി ഖത്തർ ചാപ്റ്ററിൻ്റെ ഒരു സ്വീകരണവും ഫംഗ്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനവിടെ പോയി. അവിടെ ചെന്നപ്പോഴും എല്ലാവർക്കും ഈ ഞാൻ അഭിനയിച്ച ഇടയ്ക്കിടയ്ക്ക് ചില സീരിയലിൻ്റെ ഒക്കെ പേര് പറഞ്ഞാലും മൊത്തത്തിൽ ഇൻ്റർവ്യൂ ആണ്. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വല്ലതൊക്കെ ഇങ്ങനെ പറയണേ, ഒരു പോസിറ്റീവ് എനർജിയാണ് അതൊക്കെ പറയാറ്. അപ്പം ഞാൻ പറയുന്നത് ഇത് നല്ല ബിസിനസ് ആണല്ലോ, എവിടെയെങ്കിലും ഇരുന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് അത് ചിന്തിക്കാവുന്നതാണ്. ആക്ച്വലി മല്ലികാമ്മയ്ക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു പോഡ്കാസ്റ്റ് സംഭവങ്ങളൊക്കെ കഥകളൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും കേട്ടിരിക്കാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മല്ലികാമ്മയുടെ ഫാമിലിയിലെ ഒട്ടുമിക്ക ആൾക്കാർ, സുപ്രിയമ്മ ഒഴികെ എല്ലാവരെയും, മക്കളും ഒഴികെ എല്ലാവരെയും ഞാൻ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പം രാജേട്ടൻ്റെ പ്രൈവറ്റ് ലൈഫിനെ പറ്റിയിട്ട് ഒന്നുമേ കാര്യമായിട്ട് പറയത്തില്ല. ആൾ ഒരു സിനിമയെ പറ്റിയല്ലേ ചോദിക്കാതിരിക്കുന്നത്, അതിനെ പറ്റി ചോദിക്കും. ഇന്ദ്രേട്ടൻ കുറച്ച് പറയും, പൂർണിമ ചേച്ചി കുറേ കൂടെ നോളജ് ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ ഒരു ഫാമിലി കൊണ്ടുപോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. പക്ഷെ മല്ലികാമ്മ വന്നിരിക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്ന വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കൂടുതൽ ചോദിച്ചറിയാൻ പറ്റുക. അപ്പോൾ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ അതാണ് അമ്മയും മക്കളും തമ്മിലുള്ള വ്യത്യാസം. അമ്മ, മക്കൾ, മരുമക്കൾ എല്ലാം ഒരു വീട്ടിലൊരു കുടുംബത്തിൽ സ്നേഹത്തോടെ കഴിഞ്ഞാലും 3 പേര് 3 ത്രാസിലായിരിക്കും തൂങ്ങുന്നത് അല്ലേ. അവർക്ക് അവരുടേതായ ചില കാഴ്ചപ്പാടുകൾ. ഞങ്ങൾ പഴയ അമ്മമാർ, ഞങ്ങൾക്ക് വേറൊരു കാഴ്ചപ്പാട്. മരുമക്കൾ കുറച്ചുകൂടെ വന്നു കയറിയ കുട്ടികൾ, അവരിതിൽ 2ൽ നിന്നും വ്യത്യസ്തമായിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ്. ഇതാണ് അതിൻ്റെ ഒരു കുഴപ്പം. കാരണം കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ഇവർ വന്നിരിക്കുമ്പോഴത്തേക്ക് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, അമ്മ എന്താ ഇൻ്റർവ്യൂവിൽ തമാശയ്ക്ക് ബൈക്ക് ഓടിക്കുന്ന കാര്യം, അത് ഇഷ്ടം പോലെ കാറുണ്ട് എന്നാലും ബൈക്ക് എടുത്താൽ പുറത്ത് പോകുന്നതെന്നൊക്കെയുള്ള കഥകൾ ഇങ്ങനെ പറയും. അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ കുഞ്ഞിലത്തെ എന്തെങ്കിലും കഥകളൊക്കെ പറയും? അല്ല, ഇന്ദ്രൻ്റെ ബൈക്ക് ഓടിക്കേണ്ടെന്ന് പറയുന്നത് സങ്കടമാണ്.
ഒരു 7 ഫ്രണ്ട്സ് ഉണ്ട്. 1-2 സൈനിക സ്കൂളുകാർ, പിന്നെ അല്ലാതുള്ള പ്രമുഖരായ 1-2 പേര്, ഡോക്ടർമാർ, ബിസിനസ് ലോകത്തുള്ളവർ, ഇവരൊരു 7 പേര് എല്ലാവരും കൂടെ എന്തോന്ന് റൈഡേഴ്സ് ഇതൊക്കെ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ ഇല്ലാതെ പറയുമ്പോൾ അവർ രസമാണ്. ബൈക്കെടുത്ത് മൂന്നാർ, വാഗമൺ അവിടെ ഇവിടെയൊക്കെ പോകും. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ടെൻഷനാണ്. കാരണം നമ്മൾ മാത്രം സൂക്ഷിച്ചാൽ പോരാ. ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ, ആൾക്കാരുടെ അവസ്ഥ, എതിരെ വരുന്നവർ ഏത് അവസ്ഥയിലാണോ ഒക്കെ നമ്മൾ തന്നെ കാണാറില്ലേ. എന്തെല്ലാമാണ്. വെള്ളം അടിച്ചിരുന്നു, അടിച്ചിട്ടില്ലായിരുന്നു, അവർ ലഹരിയിലായിരുന്നു, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ്. കാരണം നമ്മൾ എത്ര സൂക്ഷിച്ചോടിച്ചാലും എന്താണ് റോഡിൽ കൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ അവസ്ഥ നമുക്ക് ഒരു പിടിയില്ല. അപ്പം ഞാൻ എതിർക്കും. എൻ്റെ അമ്മ അപ്പം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ 6-7 ബൈക്കിൻ്റെ അകമ്പടി സേവിക്കാൻ അവൻ്റെ ഒരു കാറും എൻ്റെ വിശ്വസ്തനായ ഒരാളും കൂടെ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിനകത്ത് നിർത്തും. പിന്നെ അതിനകത്തൊക്കെ ഭക്ഷണം അത്യാവശ്യം കഴിക്കാനുള്ളതൊക്കെ ആയിട്ട് അങ്ങനെ ചുമ്മാ ഇവരൊരു പിക്നിക്ക് പോലെ അങ്ങ് പോകുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഞാൻ ഒന്നും പറയാറില്ല. ഒക്കെ കുട്ടികൾ അവരുടെ ഇഷ്ടമല്ലേ, ഫ്രീ മൈൻഡിലങ്ങ് വിട്ടു. അതെ, നമുക്കാണല്ലോ ടെൻഷൻ. അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും ഈ അമ്മമാർക്കാണ് ടെൻഷൻ. തിരിച്ച് വീട്ടിലെത്തിയെന്ന് പറയുന്നത് വരെ ടെൻഷനാണ്. ഇപ്പോഴും അപ്പം അങ്ങനെ ഷൂട്ടിന് പോയാലും അല്ലെ എവിടെയെങ്കിലും പോയാലും അങ്ങനെ വിളിച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ചോദിക്കുന്നത്? അല്ല, അവരും വിളിക്കും. ചെന്നെത്തി കഴിഞ്ഞാൽ അമ്മ എത്തി, ലാൻഡ് ചെയ്തു എന്നൊക്കെ പറയാം. അത് മതി എനിക്ക്. പിന്നെ ഇപ്പോഴും വിളിച്ച് പറയുമോ? വിളിക്കും. രാജു അമേരിക്കയിൽ എത്തിയപ്പോഴും ഈ പറഞ്ഞ വോയിസ് മെസ്സേജ് അയച്ചു. അമ്മ ഞങ്ങൾ എത്തി, സുഖമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയും. എനിക്ക് പിന്നെ അവർ ജോലിക്കിടെ വിളിക്കുന്നൊന്നും വേണ്ട. അത് ജോലിക്കിടയിൽ ആവശ്യമില്ലാതെ മെനക്കെടുത്താൽ ഞാൻ പോകത്തുമില്ല. ഇതൊന്നും അറിഞ്ഞാൽ മതി എല്ലാവരും സുഖമായിട്ട് അവിടെ എത്തി എന്നൊക്കെയുള്ള. പിന്നെ എന്തെങ്കിലും ഇടയ്ക്ക് വിശേഷം ഉണ്ടെങ്കിൽ വിളിക്കണേ മോനെ എന്ന് പറയും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. എനിക്ക് എന്തെങ്കിലും ചെറിയൊരു വയ്യായ്മയൊക്കെ ഉണ്ടെങ്കിൽ എന്താ അമ്മയ്ക്ക് പനിയോ ജലദോഷമോ ഇങ്ങനെയൊക്കെ ചോദിക്കും. അതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഡെയിലി കുത്തി ചെയ്ത് വിളിക്കണമെങ്കിൽ പിന്നെ കാശും മാശ് ജോലി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്നാലേ ഈ അമ്മമാർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു പെർട്ടിക്കുലാരിറ്റി ഉണ്ടാവുമല്ലോ വലിയമ്മ. അതായത് ചില അമ്മമാർക്ക് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും സ്ട്രിക്റ്റ്, ചിലർക്ക് ഇങ്ങനെ രാത്രി പുറത്ത് പോകാൻ പാടില്ല, അങ്ങനത്തെ ഉള്ളതായിരിക്കും. അപ്പം പണ്ടത്തെ മല്ലികാമ്മയ്ക്ക് 2 ആമക്കളെ വളർത്തിക്കൊണ്ട് വരുവാണ്. എന്ത് കാര്യത്തിലായിരുന്നു ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള? പഠന കാര്യത്തിലായിരുന്നു? അതല്ല, ഞങ്ങൾ പുറത്ത് പോകും, ഭക്ഷണം കഴിക്കും. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞതിനോട്ട് ഞാൻ പോയില്ലെങ്കിലും അതുപോലുള്ള ആൾക്കാർ, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുമായിട്ട് അവർ പോകാറുള്ളൂ. ഇപ്പോൾ അവരുടെ ഫ്രണ്ട്സ് മാത്രമല്ല, അതൊക്കെ അവരുടെ ഫ്രണ്ട്സിൻ്റെ അച്ഛനും അമ്മയും വിളിക്കും. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ രാജുവിൻ്റെ കൂടെ ഫ്രണ്ട്സിൻ്റെ പേരൻസും കൂടെ ഇന്ന് ഞങ്ങൾ കൊണ്ടുപോവാണേ രാജുവിനെ, ഇന്ന് ഞങ്ങൾ കൊണ്ടുപോവാണേ എന്തെങ്കിലും, ഇവർക്ക് അങ്ങനത്തെ ഫ്രണ്ട്സുണ്ട്. അല്ലാത്തപ്പോൾ ഞാൻ വിളിക്കും. ചിലപ്പോൾ വീട്ടിലായിരിക്കും, ചിലപ്പോൾ പുറത്തായിരിക്കും. അങ്ങനെ ഒരു കർശനമായ നിയന്ത്രണമൊന്നും വേണ്ടി വന്നിരുന്നില്ല എന്നുള്ളതാണ് സത്യം. നല്ല കുഞ്ഞുങ്ങളായിരുന്നു. പറഞ്ഞായിരുന്നു ഇന്നും അപ്പോൾ ആ ഡിസിപ്ലിൻ അതേപോലെ അല്ല, തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ഒരു വേണ്ടാത്ത രീതിയിലുള്ള ഒന്നുമേ തന്നെ അല്ല അമ്മയൊന്ന് വിഷമിക്കട്ടെ എന്നുള്ളൊരു നിലപാട് ഒരിക്കലും എടുക്കാറില്ല. ഇനിയിപ്പോൾ അത് പരസ്യമായിട്ട് ഒരുപാട് പറഞ്ഞില്ലെങ്കിലും അവരുടെ 2 പേരുടെയും മനസ്സ് എനിക്കറിയാം. കാരണം ഞങ്ങൾ സംസാരിക്കാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തൊരു കുട്ടികളല്ല അവർ. അവർ പറഞ്ഞാൽ അനുസരിക്കും. അവരുടെ സ്നേഹം എനിക്കൊരമ്മ എന്നുള്ള നിലയിൽ എനിക്ക് ഫീൽ ചെയ്യും. അതുപോലെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണോ? വേണ്ടല്ലോ. എൻ്റെ അച്ഛനും അമ്മയും പറയുകയെ മാതാപിതാ ഗുരുദേവ്, ആദ്യം നല്ലത് ജീവിതത്തിൽ വരണമെങ്കിൽ ആദ്യം അച്ഛനെ അമ്മേനെ ബഹുമാനിക്കാൻ പഠിക്കണം എന്നൊക്കെ പറയാം. അത് വളരെ ശരിയാ. കാരണം നമ്മുടെ അച്ഛൻ അമ്മ എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ ഗുരുവെല്ലാം, അല്ലേ? അവിടെ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നില്ല, ചേച്ചി ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു? അത് തുടങ്ങിയത് അച്ഛനമ്മമാരിൽ നിന്ന്. അച്ഛനും അമ്മയും എന്ത് കാണിക്കുന്നു അത് കണ്ട് നമ്മൾ കുറേയൊക്കെ പിന്നെ നമ്മൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത് ശരിയല്ല, പാവം എൻ്റെ അച്ഛനെയൊക്കെ പറ്റിച്ച് അതൊക്കെ തോന്നുന്നത് അപ്പോഴായിരിക്കും. അതങ്ങനെ അതുപോലെ തന്നെ നമ്മൾ അക്ഷരം പഠിക്കുന്നത് എവിടെ നിന്നാണ്? ആദ്യം അച്ഛനമ്മമാരിൽ നിന്ന്, അല്ലേ? അപ്പം എല്ലാം കൊണ്ട് നമ്മുടെ എല്ലാ പഠിത്തങ്ങളും തുടങ്ങുന്നത് ആ അച്ഛൻ അമ്മ എന്ന് പറയുന്നിടത്തുനിന്ന്. അപ്പോൾ അവരുടെ ഒരു വലിയ സ്ഥാനമുണ്ട്, യാതൊരു സംശയവുമില്ല. എന്തെങ്കിലും ഒരു വേദന നമ്മൾ കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറഞ്ഞ് പോകുന്നതിന് നാണക്കേടൊന്നുമില്ല. കാരണം അച്ഛനും അമ്മയും അവർ ക്ഷമിക്കുന്നതിന് ലോകത്താരും ക്ഷമിക്കത്തുമില്ല. ഞാനത് ഇപ്പോഴും പറയും, എല്ലാവർക്കും അവരവരുടേതായ ഒരു ചെറിയ സ്വാർത്ഥത കാണും. അതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും ഏത് വീട്ടിലായാലും ഭർത്താവ് അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയ്യോ ഞാൻ എൻ്റെ കുഞ്ഞ് അതൊരു ലോകമാണ് എല്ലാവർക്കും, അല്ലേ? പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളിന് ഇവിടെ കൊണ്ടുവന്ന ആളാണ് ഈ ഇരിക്കുന്ന അമ്മ എന്ന് ആ ചിന്ത ഉള്ളിലുണ്ടായാൽ മതി. അതിന് പ്രകടനമൊന്നും വേണ്ട, പ്രത്യക്ഷമായിട്ടൊന്നും കാണിക്കുകയും വേണ്ട.
അതില്ലെങ്കിലാണ് ഓരോരോ അടികൾ കിട്ടും. ഞാൻ എപ്പോഴും പറയും, എപ്പോഴും അതെ. കാരണം അച്ഛനമ്മ എന്ന് പറയുന്നത് ജീവിതത്തിൽ വേറെ ആരെങ്കിലും നമുക്ക് അച്ഛനായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അമ്മയായിട്ട് അവിടെ മാത്രമേ ഉള്ളൂ ഏക അവകാശം, സിംഗിൾ ഓണറാണ്. അതെ അതെ, മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ. അതെ, അതാണ് പറഞ്ഞത്, എല്ലാം മാറ്റാൻ പറ്റാത്ത. അമ്മ ആരാന്ന് ചോദിച്ചാൽ ഒരാളെ ഉള്ളൂ ജീവിതത്തിൽ, അച്ഛനാരാന്ന് ചോദിച്ചാലും അതെ അല്ലേ. അപ്പോൾ കല്യാണം ചിലപ്പോൾ ആദ്യത്തേത് ഇഷ്ടപ്പെട്ടില്ല, രണ്ടാമത്തേതും മൂന്നാമത്തേതും ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ജീവിതത്തിലെ സാഹചര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ്സിലൊരു പാർട്ണറെ കൊണ്ടുവന്നു, അയാളുമായിട്ട് ബിസിനസ് ചെയ്താൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ വേറൊരു പാർട്ണറെ കണ്ടെത്തും. അതുപോലല്ല, അയ്യോ ഈ അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വേറെ സഹോദരങ്ങളും അങ്ങനെ തന്നെ. അത്രേ ഉള്ളൂ. കറക്റ്റ്. അപ്പം മല്ലികാമ്മ മക്കൾക്കായാലും ഇൻ ജനറൽ എപ്പോഴും ലൈഫിൽ കൊടുക്കുന്ന അഡ്വൈസ് ദാറ്റ് യു ഹോൾഡ് ഓൺ ടു എന്തായിരിക്കും? അല്ല, അഡ്വൈസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ നിൽക്കുന്ന ഫീൽഡ് എന്ന് പറയുന്നത് രാഷ്ട്രീയം അതുപോലെ കേട്ടോ, കുറച്ചൊരു അപകടം പിടിച്ച മേഖലയാണ്. വേറൊന്നുമല്ല, നമ്മൾ അറിഞ്ഞതും അറിയാത്തതും നമ്മുടെ പേരിൽ പുറത്തു വരുന്ന രംഗമാണ് സിനിമ. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞേ കാണുന്നില്ല, ഇതാരും പറഞ്ഞത് എവിടെ പറഞ്ഞത്, നമുക്ക് തന്നെ അതിശയം തോന്നും. അതിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു വാചകത്തിനൊരു ഇതിട്ടു, അതിൻ്റെ താഴെ വരുന്ന കമൻസ് കണ്ടാൽ അറിയാം അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കമൻറ്റുകൾ എഴുതും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് റിറ്റാലിയേറ്റ് ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ ശരിയല്ലല്ലോ എന്ന് പറയാം. അപ്പം ഞാൻ എപ്പോഴും മക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്നും പ്രതികരിക്കാതിരിക്കരുത്. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. പക്ഷേ എവനോ എവിടെയോ ട്രോൾ ഈ ഗീളി എന്നൊന്നും പറഞ്ഞുകൊണ്ട് അതിനൊന്നും പ്രതികരിക്കാൻ പോകണ്ട. അത് അവരുടെ ഹോബിയായിട്ട് കാണുക, തീർന്നില്ലേ കാര്യം. അതവർക്കിങ്ങനെ വീട്ടിലിരുന്ന് കുറച്ച് ട്രോളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഒരു വിനോദമായിട്ട് കാണുക. പക്ഷേ നമ്മളെ ഒരു വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രത്യക്ഷമായിട്ട് പറയുകയോ എടുക്കുകയോ ചെയ്താൽ ഒറ്റ പ്രാവശ്യം മറുപടി പറയുക, പിന്നെ പറയണ്ട. നിങ്ങൾ തെറ്റിപ്പോയി, ആൾ തെറ്റിപ്പോയി എന്നങ്ങ് പറയുക. അത് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. അപ്പം ഞാൻ അത് പണ്ടും പറയും, മോനെ തീരെ മിണ്ടാതിരിക്കരുത്. പിന്നെ വേറൊന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, സുഖോട്ടര അത് നിർബന്ധമായത് സത്യം പറയുക. അങ്ങനെ എന്ത് വിചാരിക്കുമെന്ന് ഞാനത് പറഞ്ഞാൽ എന്ന് തോന്നരുത്. കാരണം സത്യം പറയുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് 24 മണിക്കൂറിൽ കൂടുതൽ നിൽക്കില്ല. അതേസമയം കള്ളം പറഞ്ഞാൽ ആജീവൻ അത് കൊണ്ടു നടക്കണം ആ വ്യക്തിയെ കാണുമ്പം. അതാ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാം. സുഖോട്ടൻ അത് തന്നെയായിരുന്നു, ആ കെടുത്താ കള്ളം പറയത്തില്ല. ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും ഉള്ളതുപോലെ പറയും. അതിൻ്റെ ശത്രുക്കളൊക്കെ ഉണ്ടാകും, പക്ഷേ ആ ശത്രുക്കളുടെ ഒന്നും ആക്രമണത്തിലൊന്നും നമുക്കൊന്നും സംഭവിക്കില്ല. കാരണം നമ്മൾ സത്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അവസാനം ഒരു അന്തിമ വിജയം എന്നൊക്കെ പറയുന്നത് ഈ സത്യം പറഞ്ഞവർക്ക് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പറയാറുണ്ട്, ആവശ്യമില്ലാതെ നമ്മൾ പറയാൻ പോണ്ട. കാരണം ഓവറായിട്ട് നമ്മളൊന്നും കാണിക്കുകയും വേണ്ട. നമ്മൾ ആരാന്നുള്ളത് നമ്മുടെ പെരുമാറ്റത്തിൽ മനസ്സിലാക്കേണ്ട. അല്ലിപ്പം ഞാൻ നാളെ ഒരു 10 കോടി രൂപയുടെ ലോട്ടറി അടിച്ചാൽ എൻ്റെ കുടുംബ പശ്ചാത്തലവും എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അങ്ങ് മാറുമോ? അവരെ ഏത് കാലം ഭാഗ്യം ചെയ്ത സ്ത്രീ ഇന്നലെ ലോട്ടറി അടിച്ചു അത്രേ ഉള്ളൂ, അത്രേ പറയുള്ളൂ. ഒരു ദിവസം പറയും തവണത്തെ ലോട്ടറി അവരടിച്ചു കേട്ടോ, ഓളടിച്ചു എന്ന് പറയുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ ഞാൻ ജനിച്ച തറവാടോ ഞാൻ വളർന്ന സംസ്കാരമോ ഇതൊന്നും മാറുന്നില്ല ലോട്ടറി അടിച്ചുകൊണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. കാരണം നമ്മൾ ആരാണെന്നുള്ളത് നമ്മൾ പ്ലക്കാർഡ് കൊണ്ട് നടന്നിട്ട് കാര്യമില്ല, മറ്റുള്ളവർ പറയണം നമ്മളിങ്ങനെയാണ്, നമ്മൾ ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതെല്ലാവരുടെ ജീവിതത്തിൽ അതൊരു മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു പാഠമാണ്. നമ്മളായിട്ട് ജീവിക്കുക. നമ്മൾ വേറൊരാളാവാൻ ശ്രമിക്കുമ്പോഴാണ് ആൾക്കാർക്ക് തോന്നുന്നത് ഇവർക്ക് എന്തോ ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അത് ഞാൻ മക്കളോടും പറയാറുണ്ട്, മോനെ അവനവനായിട്ട് തന്നെ ജീവിക്കുക. കുറച്ചൊക്കെ ശത്രുക്കളുണ്ടാവും, അത് ഏത് ഫീൽഡായാലും വരും. അതൊന്നും കാര്യമാക്കേണ്ട, അതൊക്കെ വളർച്ചയുടെ ഒരു ഭാഗമായിട്ട് ഒപ്പം കൊണ്ടു നടക്കുക, അത്ര തന്നെ. തീർച്ചയായിട്ടും ഈ ഒരു വാല്യൂസ് കൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ദ്രേട്ടനായാലും രാജുവേട്ടനായാലും ഇതേപോലെ രണ്ട് പില്ലേഴ്സായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞില്ലേ, ഒരു മറുപടി കൊടുക്കുക. രാജുവേട്ടനൊക്കെ അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു മറുപടി തന്നാൽ മതി, പിന്നീട് രണ്ടാമതൊരു ചോദ്യം ചോദിക്കാൻ നമ്മുടെ നാവ് പൊങ്ങയല്ല. കാരണം സുകുമാരൻ സാറെന്നായിരിക്കും ആ ഒരു ഇത് കിട്ടുന്നത്. ഇപ്പം ഈ ഒരു കോൺവെർസേഷന് മുമ്പ് പറയായിരുന്നു, ശരിക്കും സുകുമാരൻ സാറാണ് രാജുവേട്ടൻ. ശരിയാ, സുഹൃത്ത് അങ്ങനെ ഒരുപാട് സംസാരിക്കുന്നില്ലല്ലോ, പക്ഷേ പറയുന്നത് കാര്യമായിരിക്കും. അത് വെറുതെ ആരെങ്കിലും കിടന്ന് തുള്ളിയിട്ട് ഒരു കാര്യവുമില്ല. അവസാനം കേട്ടവരും കുറ്റം പറഞ്ഞവരും ഒക്കെ അന്നേ അങ്ങേര് പറഞ്ഞതാ എന്ന് അല്ല, മല്ലികാമ്മയ്ക്ക് അങ്ങനെ തോന്നിയൊരു ഇൻസ്റ്റൻസ് ഏതായിരുന്നു? അല്ല, തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഓരോ കാര്യങ്ങൾക്ക് അദ്ദേഹം ഒരു വക്കീലും കൂടെ നിയമം പഠിച്ച ആളാണ്. അപ്പം ചില കാര്യങ്ങൾ ഇപ്പോൾ സ്വന്തം സംഘടനയിലായിരുന്നപ്പോഴും ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ എടാ അത് അബദ്ധമാണ്, അതിനകത്ത് ഇങ്ങനെ ഒരു നിയമപരമായിട്ടൊരു ചെറിയ കുരുക്ക് കിടപ്പുണ്ട്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മറികടക്കാം സുഖേട്ട എന്ന് പറഞ്ഞവരൊക്കെ പിന്നീട് വന്നിട്ട് സുഖേട്ട ഒരു നല്ല വക്കീലിനെ പറഞ്ഞു തരുമോ, ഒത്തിരി പ്രശ്നമാണ്. അപ്പോൾ ഞാൻ അന്നേ പറഞ്ഞതാണ്. രാജു അത് അങ്ങനെ ഈ പറഞ്ഞിട്ടുണ്ട്. രാജു അതെ, പറയേണ്ട കാര്യങ്ങൾ
പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവും എന്നുള്ളത് 100%. ഉറപ്പാണ്. ഇപ്പം മക്കള് വലുതാകുമ്പോഴേ കുഞ്ഞിലെ അമ്മമാര് കുട്ടികൾക്ക് കൊടുത്ത ഒരു ശിക്ഷണം മക്കള് തിരിച്ചു കൊടുക്കൂല. അതായത് അമ്മ പോകുമ്പോൾ സൂക്ഷിക്കണം, മരുന്ന് കഴിച്ചോണം, ഭക്ഷണം കഴിച്ചോണം. ഈ കാര്യത്തിൽ വീട്ടിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആരാണ്? രാജേട്ടനാണോ ഇന്ദ്രേട്ടനാണോ? അല്ല, രണ്ടുപേരും. ഞാനിപ്പോൾ അതാ പറയാൻ വന്നതാണ്. കാരണം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ കാലിലൊരു സെല്ലൈറ്റിസ് ഇൻഫെക്ഷൻ വന്നു. പക്ഷേ ആ ഇൻഫെക്ഷനെ തുടർന്ന് എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന്. അപ്പോൾ ചേട്ടൻ അവിടുത്തെ വലിയ ഡോക്ടർ, എല്ലാവർക്കും അറിയാം, ഡോക്ടർ എം ഇ പിള്ള. ചേട്ടൻ പറഞ്ഞ് ഇത് ഇങ്ങനെ നോക്കിയാൽ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇതുവരെ ആശുപത്രിയുടെ വരാതെ പോലും കയറിയിട്ടില്ല. 68 വയസ്സ് വരെ അതൊരു അഹങ്കാരത്തിലേക്ക് നടക്കുക. ഡോക്ടർ വരുമോ? അല്ലല്ല, വന്നിട്ടില്ല. വല്ല ചെറിയ അതല്ലേ, എന്തെങ്കിലും വല്ല ചെറിയ ടെമ്പറേച്ചറോ വല്ലതും ഉണ്ടെങ്കിൽ വിളിക്കും. പിന്നെ ചെറിയ ഡയബറ്റീസോ അതൊക്കെ ഇങ്ങനെ കൺട്രോളിലേക്ക് പോകും. അപ്പോൾ ആശുപത്രിയിൽ പോയി കിടന്നുള്ള ചികിത്സ ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ ഇരുന്ന് ഇതുപോലെ ഇത് വന്നു. അപ്പോൾ ഇതിനൊരു ചുവപ്പ് കളർ വന്നു. അങ്ങനെ ഇങ്ങനെ ചേട്ടൻ ഭയങ്കര ഡിസ്കഷൻ, ചില ഡോക്ടേഴ്സും ഒക്കെ ആയിട്ട് എല്ലാം ഒന്ന് നോക്കാം, ഇവളിതുവരെ നോക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ പോയി എല്ലാം നോക്കി. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, കൊണ്ടുപിടിച്ച് ഇൻട്രൊഡക്ഷൻ ഷോട്ടൊക്കെ എടുക്കുകയാണെന്ന് തോന്നുന്നു, മറ്റേ ഇതിൻ്റെ എമ്പുരാൻ്റെ. രാജു ലഡാക്കിനോട് ഇവിടെ വരുന്നു. ഇന്ദ്രൻ ഒരു 5 ദിവസം നീണ്ട ഷൂട്ടിങ്, അത് 10 ദിവസവും കൂടെ നീട്ടുന്നു. രണ്ടുപേരും രാവിലെ വന്ന് എൻ്റെ മുറിയിലിരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ രാജു പറഞ്ഞു അവൻ്റെ ആ പടത്തിൻ്റെ ഡയറക്ടർ കൂടെ അവരിഞ്ഞ് പോന്നാൽ പിന്നെ അവിടെ ഷൂട്ടിങ് പോലും ഇല്ല. എന്നിട്ടും അവിടെ വന്നൊരു 1.5 ദിവസം അവിടെ കുത്തിയിരുന്ന്. അപ്പോൾ അന്ന് എനിക്കൊരു ചെറിയ ഒരു കീ ഹോൾ സർജറി ഉണ്ടായിരുന്നു കാലിൽ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കാലിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരോ ടെസ്റ്റുകളുണ്ടല്ലോ. എല്ലാ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഞാനറിയാതെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കും. ആസ്ട്രലിയ ഡോക്ടർ ചാൾസ് ആയിരുന്നു. അദ്ദേഹം മാത്രമല്ല, കാർഡിയോളജി ഒരാൾ നോക്കും, മറ്റേ ഇതിന് നോക്കും, നെഫ്രോളജി നോക്കും, അത് നോക്കും, ഇത് നോക്കും, എല്ലാം നോക്കി, സകലത് നോക്കി. അതെല്ലാം ഞാൻ പറഞ്ഞില്ലെങ്കിലോ അതൊക്കെ ഞാൻ പറഞ്ഞ കള്ളമാണോ എന്ന് വിചാരിച്ചിട്ട് നേരിട്ടാണ് സംസാരം എല്ലാവരും, ഡോക്ടർമാരോട് തന്നെ. അങ്ങനെയൊക്കെ വിളിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ അവസാനമായപ്പോൾ അയ്യോ അമ്മേ ദൈവം രക്ഷിച്ചതായി പറഞ്ഞല്ലോ, അമ്മയുടെ ഇത് മാറിയല്ലോ. അപ്പോൾ ഇപ്പോൾ കാലൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം, ഒരു ശകലവും തീരില്ല. ഓഫ് കോഴ്സ് താങ്ക്സ് ടു ഡോക്ടർ ചാൾസ്. അദ്ദേഹമാണ് ഈ ടീമിനെ സെലക്ട് ചെയ്തത് തന്നെ. ആരൊക്കെ എന്തൊക്കെ പിന്നെ എല്ലാവർക്കും ചേട്ടനെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഓരോ വിങ്ങിലുള്ളവർ എൻഡോക്രൈനോളജിയുടെ ഡോക്ടർ ഉണ്ടായിരുന്നു, ഡയബറ്റീസിൻ്റെ ലെവൽ നോക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് മോണിറ്റർ ചെയ്തപ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞതിനോട്ട് വലിയ കുഴപ്പമില്ലാതെ. പിന്നെ ഇപ്പോൾ 69 വയസ്സായി, ഇനി കുറച്ച് രോഗമൊക്കെ വരണ്ടേ? വയസ്സായി അങ്ങനെയൊന്നുമില്ല മല്ലികാമേ. കണ്ടു കഴിഞ്ഞാൽ വളരെ യങ് ആൻഡ് എനർജറ്റിക് ആയിട്ട് ഏതൊരു നമ്മളെ വൈബിലാണ് എന്തായാലും. തീർച്ചയായിട്ടും മല്ലികാമ. അതേപോലെ തന്നെ ഈ രാജുവേട്ടൻ എന്നുള്ളൊരു നടൻ്റെ ഒരു വളർച്ച നമുക്ക് മലയാളികൾക്ക് ഭയങ്കര അഭിമാനം തരുന്ന ഒന്നാണ്. അതായത് റീസെൻ്റായിട്ട് കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയണ്ടായി, പണ്ട് ഹോംബാലെ ഫിലിംസ് എന്നൊക്കെ പറയുന്ന ഇവരെ ഒരു മലയാള ഫിലിം ഏറ്റെടുക്കാനായിട്ട് നല്ല ടാസ്ക് ആയിരുന്നു. പക്ഷെ ഇന്ന് പൃഥ്വിരാജ് എന്ന നടന് അത് ഇറ്റ്സ് ജസ്റ്റ് എ ഫോൺ കോൾ അവേ. അദ്ദേഹത്തിൻ്റെ ഒരു കോള് മതിയായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു സീല് പതിപ്പിച്ചിട്ടുണ്ട് പൃഥ്വിരാജ് സുകുമാരൻ. അതായത് ലാലേട്ടന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും യങ്ങസ്റ്റ് ആക്ടർ എന്നുള്ള രീതിയിൽ ടച്ച് വുഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയൊരു നടൻ കൂടി ആയി അദ്ദേഹം വന്നിരിക്കുകയാണ്. അപ്പം പൃഥ്വിരാജിൻ്റെ മലയാളം എന്നുള്ളൊരു രീതിയിൽ ഒരു ടോക്കിംഗ് ടൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. അപ്പോൾ ഒരു അമ്മ എന്നുള്ള നിലയിൽ എന്താണ് ഇപ്പോൾ തോന്നുന്നത്? അയ്യോ തീർച്ചയായിട്ടും മോളെ, തീർച്ചയായിട്ടും അഭിമാനമല്ല അല്ലേ. ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ സുഖോട്ടം ഭരിച്ചപ്പോൾ 10ലും 12ലും പഠിക്കുന്നേ ഉള്ളൂ. രാജു 10th, ഇന്ദ്രൻ 12th. അപ്പോൾ അതൊരു വല്ലാത്ത പ്രായമാണ്. പിന്നെ കരിയറിലേക്ക് അവിടുന്ന് ഒരു 3-4 വർഷം, ഒരു 20-21 വയസ്സ് വരെ പേടിയാണ്. ആ സമയത്താണ് ഈ 15 മുതൽ 21 വയസ്സ് വരെ, പ്രത്യേകിച്ച് ഒരു 17, 18, 19 നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂട്ടുകൂടുക, കറങ്ങാൻ പോവുക, അവിടെ പോവുക, ഇവിടെ പോവുക. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പോരാക്കി സൈനിക സ്കൂളിലാണ് പഠിപ്പിച്ചത്. അത് സുഖോട്ടിനൊരു ബുദ്ധിപൂർവ്വം കൊണ്ടുവന്ന്, കാരണം ഇടയ്ക്ക് പെട്ടെന്നാണ് ഞങ്ങൾ അറിയുന്നത് 9th അവിടെ എടുക്കുന്നുണ്ട് അഡ്മിഷൻ. 6th അവിടെ തുടങ്ങുന്നത്. അപ്പോൾ രാജു 6th ഇന്ദ്രൻ 9th വന്നപ്പോൾ അങ്ങനെ അവിടെ ചേർത്തതാണ്. അതിൻ്റെ ഗുണം ഒരു ഭാഗത്ത് നല്ലതുപോലുണ്ട്. പക്ഷേ പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛൻ്റെ മരണം രണ്ടുപേരെയും പെട്ടെന്നൊരു വല്ലാത്തൊരു ഷോക്കായിപ്പോയി. വിചാരിച്ച സമയത്തല്ലല്ലോ, ഒരു കുഴപ്പമില്ലായിരുന്ന സുഖമായിട്ട് ഞങ്ങൾ മൂന്നാറിലൊരു ചെറിയ ഫാം ഹൗസും കുറേ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പെട്ടെന്നാണ് ഇനി ഒരു ചെറിയൊരു വല്ലാതെ തോന്നുകയും, ഇവിടെ നമ്മുടെ കരുണാകരൻ സാറിൻ്റെ മകളുടെ വീട്ടിൽ കയറിയപ്പോൾ ഒരു ഡോക്ടർ അവിടെ വന്ന് നോക്കിയപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഒരു നല്ല ഫ്ലക്ച്വേഷൻ കാണുന്നു ECGയിൽ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുപോയി ആൾ ആ 3ൻ്റെ അന്ന് മരിക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ പറഞ്ഞു മക്കളെ വരുത്തണം, ഇച്ചിരി കാര്യമായ ഒരു അറ്റാക്കാണ് അദ്ദേഹത്തിന് വന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പെട്ടെന്നുള്ള മരണത്തിനകത്തുനിന്ന് ഇവരങ്ങോട്ട് ശരിയാവുന്നില്ല.
ഞാനാണേ അതിനേക്കാട്ടിലും, കാരണം നമുക്ക് ഓർക്കാപ്പുറത്ത് തലയ്ക്ക് കിട്ടിയൊരു വലിയൊരു അടി പോലെയാണ്. ഇന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത് മാത്രമേ ഉള്ളൂ, ദൈവം എനിക്ക് ഇങ്ങനെ ഒരു വലിയ ഇത്. പക്ഷേ പിന്നെ ഞാൻ വിചാരിക്കും തല്ലിയത് കൈകൊണ്ട് തലോടൂ എന്ന് പറഞ്ഞാൽ അതിന് പകരമായിരിക്കും ദൈവം മക്കളെ രണ്ടുപേരും ഇത്രയും സ്നേഹമായിട്ട് തന്നതെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് മക്കൾക്ക് രണ്ടുപേർക്കും ഏത് നേരവും ഇങ്ങനെ എൻ്റെ കീഴിലിരിക്കുക, എന്താ അമ്മേ എന്നൊക്കെ ചോദിക്കുക. അവർ ഒന്നുമില്ലടാ, എന്താ അല്ല അമ്മ എഴുന്നേറ്റിരിക്കുക, എന്തിനാ പകൽ കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവമേ സുഖത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മക്കൾ പഠിക്കുക. എവിടെ കൊണ്ട് നിർത്തിയാലും 4 കാല് നീക്കണം, കൊച്ചുങ്ങൾ ബബ്ബ അടിച്ച് വർത്താനം പറയല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനിങ്ങനെ കിടന്നാൽ ഇനി അതെല്ലാം അവിടെ പോകുന്നു വെച്ചാൽ. പിന്നെ ഞാനൊരു സ്വയം ഒന്ന് മാറുകയായിരുന്നു 5-6 മാസം കഴിഞ്ഞപ്പോൾ. പഴയതുപോലെ ഈ പറഞ്ഞ പോലെ എനിക്ക് ദുഃഖങ്ങളുണ്ടെങ്കിലും ഞാനതെൻ്റെ മുറിയിൽ ഒതുക്കും, അവരുടെ കൂടെ നിൽക്കും, തമാശ പറയും, മോനെ നമുക്ക് അവിടെ പോവാം ഇവിടെ പോവാന്നൊക്കെ പറഞ്ഞ്. ആ മാറ്റം എന്നിൽ വന്നപ്പം അത് അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് മാറ്റമുണ്ടായി. അപ്പോഴാണ് രാജു IDP ഓസ്ട്രേലിയയിൽ എഴുതി ആ ഇൻ്റർവ്യൂവിന് 2nd റാങ്ക് വാങ്ങിച്ച് ഓസ്ട്രേലിയയിൽ പോയി. അവിടെ ചെന്നിട്ടോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇപ്പോഴും, ഇതൊന്ന് ഗോൾഡൻ ലോട്ടസ് എന്നൊക്കെ പറഞ്ഞ് അവിടെ എനിക്ക് തോന്നില്ല ഒരു ഏഷ്യക്കാരൻ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അവർ ഭയങ്കര മിടുക്കനായിരുന്നു പഠിക്കാൻ. ഗോൾഡൻ ലോട്ടസ് ടാസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ പിന്നെ IT ഇതിന് പോയല്ലോ, എന്താണ് ഹൊബാർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സിന് പോയത്. അതിലും അവിടെ ചെന്ന് ഫസ്റ്റ് ഇയറിൽ അവൻ എന്തോ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ നല്ല പഠിക്കുന്നവർക്ക് എന്തോ ഒരു സംഭവം കൊടുക്കും, ഒരു സർട്ടിഫിക്കറ്റ് ഗോൾഡൻ ലോട്ടസ് എന്നൊക്കെ പറഞ്ഞു. അത് വാങ്ങിച്ച ആളാണ് രാജു എവിടെ പോയാലും രാജുവിൻ്റെ ഒരു മിടുക്കം അവൻ തെളിയിക്കും അവിടെ. അതൊക്കെ കഴിഞ്ഞ് പറഞ്ഞ ഏഷ്യയിൽ ഫസ്റ്റ് അല്ല എനിക്ക് തോന്നുന്നത്, ഞാൻ അന്ന് കേട്ടതാണ്, രാജു പറഞ്ഞതല്ല, ഇവിടുന്ന് പോയിട്ടുള്ള പിള്ളേർ, ഏഷ്യയിൽ നിന്ന് പോയിട്ടുള്ള പിള്ളേർക്ക് ഇത് കിട്ടിയിട്ടില്ല. ഐ തിങ്ക് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടത്, രാജുവിൻ്റെ ഏൽപ്പിക്കണം അത്. ഞാൻ ഈ ഇടയ്ക്ക് ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ച് ലോക്കറിലെല്ലാം വെച്ചിരിക്കുകയായിരുന്നു ഞാൻ സൂക്ഷിച്ച്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവൻ വന്നു. ഒരു 10 മാസം അങ്ങോട്ട് ഒരു ഓറിയൻറ്റേഷൻ കോഴ്സ് ഉണ്ട്, അപ്പോഴാണ് ഈ നന്ദനം. അതിപ്പോൾ അത് തീരും, അത് കഴിഞ്ഞ് പിന്നെയും പോകാമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. അവിടെ തീർന്നപ്പോൾ ഇച്ചിരി ലേറ്റായി, കുഴപ്പമില്ലമേ അവർ ലീവ് തരാമെന്ന് പറഞ്ഞു. പല കഥകളും വന്ന് അത് തീരുന്നതിന് മുമ്പേ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ, അത് തീരുന്നതിന് മുമ്പേ സാത്താൻ, മറ്റേ സ്റ്റോപ്പ് ദ വയലൻസ്, അത് ഇങ്ങനെ ഓരോന്ന് വന്ന് കൊടുക്കാൻ ഞാൻ തന്നെ പറഞ്ഞു. അവനൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അവന് മോനെ ശരി ഇപ്പം ഈ ഓറിയൻറ്റേഷൻ കോഴ്സോടെ പോയെങ്കിലേ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടത്തുള്ളൂ, നിനക്ക് ആ ഡിഗ്രിയും കിട്ടത്തുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഡിഗ്രി എടുത്ത് വന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ട് അത് കഴിയുമ്പോൾ നിനക്ക് ഭയങ്കര റോളുകൾ വലിയ വലിയ സംവിധായകരുടെ വന്നാൽ നീ സിനിമ അഭിനയിക്കുമോ അതോ ഈ ഡിഗ്രി വെച്ച് വല്ലയിടത്തും ജോലിക്ക് പോകുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു സിനിമ വേണ്ടാന്ന് വയ്ക്കത്തില്ല അമ്മേ, അഭിനയിക്കും. എനിക്ക് സിനിമയുടെ എല്ലാ അന്നേ പറയാം കേട്ടോ, ഫിലിം മേക്കിംഗ് സംവിധാനം എന്നുള്ളതല്ല, ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് അറിയാൻ ഒരുപാട് താല്പര്യമായിരുന്നു. അത് സുഖമുള്ളപ്പോഴേ ചോദിക്കും, അതെന്താ വെച്ചാൽ ഇങ്ങനെ, ഇതെന്താ വെച്ചാൽ ഇങ്ങനെ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ. അപ്പം ഞാൻ പറയാം അങ്ങനെ മോനെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ അപ്പോൾ അന്ന് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്താൽ ഇയാളെ പോകുന്നത്. അവിടെ ഓസ്ട്രേലിയൻ ഡോളർ ഇങ്ങനെ 1 വർഷം ഇത്ര രൂപ നമ്മൾ മുൻകൂട്ടി അടക്കിയൊക്കെ വേണം. ഞാൻ പറഞ്ഞു അത് പ്രയാസമില്ല, നിനക്ക് ഫൈനൽ ഇയർ വരെ അവർ തരും. പക്ഷേ ഇതെല്ലാം കൂടെ തേച്ച് ഇവിടെ വന്നിട്ട് സിനിമ അഭിനയിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു കാര്യം ചെയ്യും, 35 വയസ്സ് വരെ എഴുതാമെന്നല്ലേ പറയുന്നത്, ഈ പടങ്ങളൊക്കെ അഭിനയിച്ച് നോക്കാം. പിന്നെ പടങ്ങൾ അഭിനയിച്ചപ്പോൾ ഇവർ എങ്ങോട്ടും തിരിയാൻ നേരമില്ലാതായി. ദൈവം അനുഗ്രഹിച്ച് അവർ പടങ്ങളിങ്ങനെ പെട്ടെന്ന് വരാൻ തുടങ്ങി. അതെല്ലാം എല്ലാ ഹീറോ പടങ്ങളാണ് രാജുവിന്. അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഞാനൊരു കൂടെ നിന്ന് ഒരു ഉത്സാഹമായിട്ട് നിന്നപ്പോൾ 2 പേരും പഴയതുപോലെ ആക്റ്റീവായി. ഇന്ദ്രനിടയ്ക്ക് പിന്നെ ഡിഗ്രി എടുത്തു, എൻജിനീയറിംഗ് ഡിഗ്രി എടുത്തു. അത് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. പിന്നെ മദ്രാസിൽ ഒരു കമ്പനിയിൽ IT കമ്പനിയിൽ ജോലിയായി. അപ്പോഴാണ് ഊമപ്പടലൂരിയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു ചെറിയ ടെലിഫിലിം അഭിനയിച്ചു വിജയ് തമ്പിയുടെ. അതിൽ പോയി. അത് കഴിഞ്ഞ് വിനയൻ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുന്നത്. അവർ ആ വഴിക്ക് പോയി. പക്ഷേ അവന് ഓഫ് കോഴ്സ് അവന് അതിൻ്റെ ഡിഗ്രി അവന് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവന് പരീക്ഷ എഴുതി 78% മാർക്കും ഉണ്ടായിരുന്നു, ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. അടിപൊളി.